അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ വാൻ കാട്ടാന തകർത്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈയൊരു സഞ്ചാരികൾക്ക് നേരെയാണ് അതിരപ്പള്ളി സ്വദേശികൾക്ക് നേരെയാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. കാറിലുണ്ടായിരുന്നവർ, അതായത് ഈ ടാറ്റ സുമോ വാനിലുണ്ടായിരുന്നവർ അതിരപ്പള്ളി സ്വദേശികൾ തന്നെയാണെന്നാണ് പറയുന്നത്. ഇവർ അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വെറ്റിലപ്പാറ 14 വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഒരു ആനയാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ആനയെ കണ്ട ഉടൻ ആന ഓടി ഈ വാനിനടുത്തേക്ക് എത്തി വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച സമയത്ത് തന്നെ ഈ വാനിലുണ്ടായിരുന്നവർ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അതിനാൽ അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ആന അവിടെ ഒന്നും പോയില്ല. ആന ആ വാൻ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വാനിന്റെ മുൻവശവും ചില്ലും എല്ലാം പൂർണ്ണമായും തകർത്തു. ഇവർ വാനിൽ നിന്ന് തക്ക സമയത്ത് ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കൂടുതൽ പരിക്കുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അല്പം മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായാലും പ്രാഥമിക വിവരം അനുസരിച്ച് ലഭിക്കുന്ന വിവരം അനുസരിച്ച് യാത്രക്കാർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളൊരു വിവരമാണ്, ഒരു കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് ഇവർ എത്ര പേരുണ്ടായിരുന്നു വാഹനത്തിൽ, ഇവർ എവിടേക്കാണ് പോയിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പം മുമ്പായിരുന്നു സംഭവം ഉണ്ടായത്. എന്തായാലും പ്രാഥമിക വിവരം അനുസരിച്ച് ഇവർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ വാൻ പൂർണ്ണമായും ഈ കാട്ടാന തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദീപ്തി, ശരി, അതിരപ്പള്ളിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ വാനാണ് കാട്ടാന തകർത്തത്. വാനിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ അല്പം മുമ്പായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ടാറ്റ സുമോ കാട്ടാന തകർക്കുകയായിരുന്നു. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.